കഴിഞ്ഞ ക്ലാസ്സിൽ 5th ക്വസ്റ്റ്യൻ വരെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ 6th ക്വസ്റ്റ്യന് എന്താണെന്ന് നോക്കാം, അതെങ്ങനെ ഈസിയായി ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 sides. ഡു ഓൾ 3 ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് അറ്റ് ദ സെയിം പോയിന്റ്. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ. ട്രയാങ്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 3 സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ. അതുപോലെ ഒരു ആംഗിൾ തന്നാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനും നമുക്കറിയാം. അപ്പം കഴിഞ്ഞ 5th ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 സൈഡിൽ നിന്നുള്ള ആംഗിൾ വന്നിട്ടുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു ട്രയാങ്കിളിന് ബൈസെക്ടർ വരയ്ക്കാൻ എന്താ, സിമ്പിളല്ലേ? എന്നാൽ ഒന്നുമില്ലല്ലോ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, 3 സൈഡ്സ് ഉണ്ട്, അതായത് 3 ലൈൻസ് ചേർന്നിട്ട് ട്രയാങ്കിൾ ഉണ്ടാകുന്നത്. അപ്പം എന്താണ്, അപ്പം നിങ്ങൾ ഓരോ സൈഡിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ പോരെ? നിങ്ങളൊന്ന് വരച്ച് നോക്കിയേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നുണ്ടോ? എല്ലാവരും വരച്ച് നോക്കിയോ? ഈ രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? കുറച്ച് പേർക്ക് കിട്ടീന്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പം നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് നോക്കാമല്ലോ. നമുക്ക് വരച്ചവരുടെ ഫസ്റ്റ് നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നമ്മൾ എങ്ങനെയായിരുന്നു ട്രയാങ്കിൾ വരച്ചത്? അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരച്ച്, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും എന്ത് ചെയ്തു, ആർക്ക് വരച്ചു. ഫസ്റ്റ് ലൈന് വരച്ചിട്ടാണ്. ഫസ്റ്റ് ലൈന് വരച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരച്ചു, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും ആർക്ക് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രയാങ്കിൾ വരച്ചു. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈനിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക, അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ആർക്ക് വരക്കുക. ഇതേ പ്രോസസ്സ് താഴ്ഭാഗത്തും നമ്മൾ ചെയ്യുക. എന്താ ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ആർക്ക് വരക്കുക, ഈ ഒരു പോയിന്റിൽ നിന്നും ആർക്ക് വരക്കുക. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് കിട്ടിയില്ലേ? അതായത് ഈ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സ് കിട്ടി. ഈ ഒരു പോയിന്റും കിട്ടി, ഈ ഒരു പോയിന്റും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സ്ട്രൈറ്റ് ലൈന് വെച്ച് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടൂലേ? അതുപോലെ ഇതേ രീതിയിൽ നമുക്ക് ഈ സൈഡും ഈ സൈഡും കൺസ്ട്രക്ട് ചെയ്തൂടെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിളല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക, അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആർക്ക് വരക്കുക. അപ്പോൾ ഈ 2 ആർക്കുകളും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇതേ രീതിയിൽ ഈ ഒരു സൈഡിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് വരക്കുക, അതുപോലെ തന്നെ ഈ സൈഡിലേക്ക്, ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ആർക്ക് വരച്ചു. അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് ആർക്ക് വരക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് കിട്ടി, 2 ആംഗിൾസ് ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കിട്ടിയില്ലേ? അപ്പോൾ ഈ പോയിന്റും നമുക്ക് ലൈൻ വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പോൾ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടിയില്ലേ നമുക്ക്? അപ്പോൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡിൽ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി 3ാമത്തെ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ വരക്കുക. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരക്കുക, അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അപ്പോൾ നമുക്ക് 2 ആർക്കുകളും ജോയിൻ ചെയ്ത ഒരു പോയിന്റ് കിട്ടി. സെയിം രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ആർക്ക് വരക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ 2 ആർക്കുകളും ജോയിൻ ചെയ്യുന്ന പോയിന്റ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഭാഗം കഴിഞ്ഞു. ട്രയാങ്കിൾ വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമ്മളോട് രണ്ടാമതൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, 3 ബൈസെക്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്. നിങ്ങളത് നോക്കി, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ 3 ബൈസെക്ടറും ഒരേ പോയിന്റിലാണോ ഉള്ളത്? ഒരേ പോയിന്റിലല്ലേ ഉള്ളത്? അതായത് ഓൾ 3 ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ആയിട്ട് സെയിം പോയിന്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, സിമ്പിൾ അല്ല? ഒന്നുകൂടെ പറയണം, ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ട്രയാങ്കിളിന് നെയിമിങ് കൊടുക്കുക. അതിനുശേഷം
ഈ ഒരു സൈഡ് എടുക്കുക, ഈ സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതായത് സിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, ബിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, സിന്ന് ഈ ഭാഗത്തേക്ക് മാർക്ക് വരയ്ക്കുക, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി ഈ ഒരു സൈഡിൽ. അതേ രീതിയിൽ ഈ ഒരു സൈഡിലും നിങ്ങൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതെങ്ങനെ വരയ്ക്കുക? സിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, എയിൽ നിന്നൊരു ആർക്ക് വരയ്ക്കുക. അതേ രീതിയിൽ ഇനി ഈ സൈഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സിന്ന് ഒരു ആർക്ക് വരയ്ക്കുക, എന്നൊരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈന് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കിട്ടി. അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സൈഡിൻ്റെ കണ്ടുപിടിക്കുക. അതായത് എന്നൊരു ആർക്ക് വരയ്ക്കുക, ബി എന്നൊരു ആർക്ക് വരയ്ക്കുക മേൽഭാഗത്ത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? എ എന്നൊരു ആർക്ക് വരയ്ക്കുക, ബി എന്നൊരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എല്ലാ ബൈസെക്ടേഴ്സും സെയിം പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 3 ബൈസെക്ടേഴ്സും എന്താണ് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം all 3 ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് സെയിം പോയിന്റ്. ഈസി അല്ലേ? 7th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കിയേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ? ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ ബൈസെക്ടേഴ്സ് ഓഫ് 3 ആംഗിൾസ്. ഡു ഓൾ 3 ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ സെയിം പോയിന്റ്. നമ്മളോട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനും പിന്നെ എന്താണ് ആംഗിൾസിൻ്റെ ബൈസെക്ടേഴ്സ് വരയ്ക്കാനാണ് പറയുന്നത്. ഈ ബൈസെക്ടേഴ്സ് എല്ലാം ഒരേ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയല്ലേ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ സൈഡ്സിനായിരുന്നു എന്ത് വരച്ചത്? ബൈസെക്ടർ വരച്ചത്. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആംഗിൾസിനാണ്. അപ്പം എല്ലാവരും വരച്ച് നോക്കിയോ? എല്ലാവർക്കും കിട്ടിയോ? ഈ രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? ആണല്ലേ? അപ്പം കുറച്ച് പേർക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ട് തോന്നിയ പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കാമെന്നൊന്ന് നോക്കാമല്ലേ? ആദ്യം നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ഓരോ ആംഗിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? അതായത് ഈ ഒരു ആർക്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തേക്ക് ആർക്ക് വരയ്ക്കുക. ഈ ഒരു ആർക്കിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക് നിങ്ങൾ ആർക്ക് വരയ്ക്കുക. താഴെ ഭാഗത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആർക്ക് വരച്ചില്ലേ? ആർക്ക് വരയ്ക്കുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഈ ഒരു ആർക്കിൽ നിന്ന് ഈ ഒരു സംഭവം വേണമെന്നില്ല, ഇത് ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സാധാരണ ഒരു ആംഗിളിന് ആർക്ക് വരയ്ക്കൂലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ എടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസ് എടുത്തിട്ട് ഒരാർക്ക് വരയ്ക്കുക. ഈ ഒരു പോയിന്റിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈന് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിന് എന്ത് വരച്ചു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പം അതേ രീതിയിൽ ഈ ഒരു ആംഗിളിന് നമ്മൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരാർക്ക് വരയ്ക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരാർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? അതേപോലെ ഈ ഒരു ആംഗിളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരാർക്ക് വരയ്ക്കുക. അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ലൈന് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ? അതായത് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു, ആംഗിൾ മെഷർ ചെയ്ത് ആ ആംഗിളിന് നമ്മൾ എന്ത് ചെയ്തു? ബൈസെക്ടർ വരച്ചു. ഓരോ ആംഗിൾസിനും നമ്മൾ എന്ത് ചെയ്തു? ബൈസെക്ടർ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ ബൈസെക്ടേഴ്സ് ഒക്കെ എന്താണ്? സെയിം പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലേ? സിമ്പിളല്ലേ ഈ കാര്യം? അതുപോലെ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്.
നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ മാർക്കും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലേ, നമുക്ക് എല്ലാവർക്കും A+ വേണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ വരച്ച രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പം കുറച്ചും കൂടി എക്സാമിനറിന് നിങ്ങളോട് കുറച്ചും കൂടി ഒരു ഇമ്പ്രഷൻ തോന്നും. അപ്പോൾ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ. 8th ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രൂവ് ദാറ്റ് ഈഫ് both pair of opposite sides of quadrilateral are equal then it is parallelogram. അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആ ആൻസർ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്കിയേ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ആൻസർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. വെൻ ദ ഡയഗണൽ ഓഫ് quadrilateral with equal opposite sides is drawn we get equal triangles. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഡയഗണൽസ് വരച്ചിട്ട് ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയഗണലേ ഉള്ളൂ എന്ന് വെച്ചോ. ഈ BD എന്ന് പറഞ്ഞിട്ടുള്ള ഡയഗണൽ ഇല്ല എന്ന് വെച്ചോ, ഈ AC എന്ന് പറഞ്ഞിട്ടുള്ള ഡയഗണലാണ് ഉള്ളതെന്ന് വെച്ചോ. അപ്പോൾ എന്താ, 2 ഈക്വൽ ട്രയാങ്കിൾ കിട്ടും നമുക്ക്. അതിനായിരിക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഡയഗണൽ ഇൻ ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. അതായത് ഈ ഡയഗണലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഡയഗണൽ എന്ന് പറയുന്നത് AC ആണ്. അപ്പോൾ AC എന്ന് പറയുന്ന ഡയഗണലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതൊക്കെയാണ്, ആംഗിൾ D, ആംഗിൾ B. ആംഗിൾ Dയും ആംഗിൾ Bയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ആംഗിൾസ് ഇൻ ദ ക്വാഡ്രിലേറ്റർ ആർ ഈക്വൽ. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ക്വാഡ്രിലേറ്ററിലുള്ള സൈഡും ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്, പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്, പാരലലോഗ്രാം. അപ്പോൾ ഈ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈ 2 സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ലേ. ഒരു പാരലലോഗ്രാമിൻ്റെ ആംഗിൾ എത്ര വരുന്നത്, 360 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് വരുന്നത്. ഒന്നുമില്ല, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വാഡ്രിലേറ്ററിനെ ഒരു ഡയഗണൽ വരയ്ക്കുക. അപ്പോൾ ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൽ ഈ ഡയഗണലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡും ആംഗിളും ഈക്വൽ ആകുമ്പോൾ ക്വാഡ്രിലേറ്റർ എന്തായിരിക്കും, പാരലലോഗ്രാം ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ക്വാഡ്രിലേറ്റർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ക്വാഡ്രിലേറ്ററിന് എത്ര സൈഡും എത്ര ആംഗിളും ഉണ്ടാവുക. അതായത് ഈ ക്വാഡ്രിലേറ്ററിൻ്റെ സൈഡാണ് എന്തൊക്കെ, AB, AD, BC, ഇങ്ങനെ 4 സൈഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 4 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഡയഗണൽ മാത്രം വരച്ചിട്ടാണ് നമ്മളിത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിഗർ ബിലോ ABCD ഈസ് ദ പാരലലോഗ്രാം. ഈ ഫിഗറിൽ എന്താണ്, ABCD എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. AP എന്ന് പറയുന്നത് CQന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആണെന്ന്, അതായത് PBDQ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് എന്താണ്, DCയും ABയും എന്താണ്, ഈക്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ്, ADയും CBയും ഈക്വൽ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു പാരലലോഗ്രാമാണ്. ഈ വലിയൊരു, അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ABCD എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമാണ്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് AB എന്ന് പറയുന്നത് ABയുടെ ഓപ്പോസിറ്റാണ് എന്ത്, DC എന്ന് പറയുന്നത്. അതുപോലെ AD എന്താ, CBയുടെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഇക്വേഷൻസ് ആക്കി എഴുതാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാം, അപ്പം നമ്മുടെ ഈ 2 ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, DC മൈനസ് QC. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്,
ഈ ഒരു ഭാഗം, അതായത് നമുക്ക് ഈ ഒരു കോഡിലെ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡ് മൈനസ് ഈ വലിയ ഡി സി നിന്ന് ക്യൂ സി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി ക്യൂ കിട്ടൂലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് എന്താണ്? എ ബി മൈനസ് എ പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ബി കിട്ടും. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കൂലേ? അതായത് ഡി ക്യൂ പി ബി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എ പി ഈക്വലാണ്, എ പിയും അതുപോലെ തന്നെ സി ക്യൂ ഈക്വലാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഈക്വലാണ്. അപ്പോൾ അതുപോലെ തന്നെ സി ക്യൂ ബി കൺസിഡർ ചെയ്യുമ്പോൾ ഈ സി ക്യൂ ബി കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്? എ ഡി ഈക്വൽ ടു സി ബി. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു സൈഡ് നോക്കുക, ഈ പാരലലോഗ്രാമിൻ്റെ ഈ ഒരു സൈഡ് ഈക്വലാണ്. അപ്പോൾ എന്താ? എ പി ഈക്വൽ ടു ക്യൂ സി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം നിങ്ങളെടുത്ത് നോക്കുക. ഈ ഒരു സൈഡും ഈ സൈഡും എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിന് ഈക്വലാണ്. അപ്പോൾ എന്താണ്? തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്? ഡി ക്യൂ ഈക്വൽ ടു പി ബി. ഈ സൈഡും ഈക്വൽ ആകുമ്പോൾ ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈ ഒരു സൈഡിന് ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഈക്വലാണ്. അതായത് ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ഫോംഡ് ബൈ ദം ഇൻ ദിസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. സോ ദ തേർഡ് സൈഡ് പി ഡി ഈക്വൽ ടു ബി ക്യൂ. ടു pairs of opposite side of coordinated പി ബി ക്യൂ ഡി ആർ ഈക്വൽ. അപ്പോൾ പി ബി ക്യൂ ഡി എന്ന് പറയുന്നത് എന്താണ്? പാരലലോഗ്രാം. മനസ്സിലായണോ? ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഈ വലിയൊരിത് എ ബി സി ഡി എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ രണ്ട് സൈഡ് ഈക്വലാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിന് തേർഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കിട്ടണമെങ്കിൽ ഈ വലിയ ഭാഗം, അതായത് ഡി സി എന്ന സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗം മൈനസ് ചെയ്താൽ നമുക്ക് ഡി ക്യൂ കിട്ടും. ഈ ഡി സി എന്ന് പറയുന്നത് എന്താണ്? എ ബിക്ക് ഈക്വൽ അല്ലേ? അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ എ ബിന്ന് എ പി മൈനസ് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഡി ക്യൂവും പി ബി എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. അറിയുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ വലിയ ഇതെന്ന് വെച്ചാൽ എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. ഈ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ഡി സി ബിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ബിയും ഡി സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമാണ് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? ഈ ഒരു ഭാഗം നമുക്ക് കിട്ടണമെങ്കിൽ ഈ വലിയ ഡി സി എന്ന് ക്യൂ സി മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഭാഗം കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗം കിട്ടണമെങ്കിൽ എ ബിന്ന് എ പി മൈനസ് ചെയ്താൽ ഈ ഒരു ഭാഗം കിട്ടും. അപ്പോൾ എന്താണ്? ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടും. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എ ഡിയും എ പിയും എന്താണ്? ബി സിക്കും ഈ ഒരു ഭാഗത്തിനും ക്യൂ സിക്കും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിന് ഈക്വൽ ആണെങ്കിൽ തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡും ഈക്വലാണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡും ഈക്വലാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? 10th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: പ്രൂവ് ദാറ്റ് ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ ദെൻ ഈച്ച് ഡയഗണൽ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ഓഫ് ഈച്ച് അതർ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ ഒരു ഡയഗണല് മറ്റേ ഡയഗണലിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് നമ്മളോട്
പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? അപ്പോൾ എന്താ ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത്? പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് 4 സൈഡ്സ് ആണ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ആംഗിൾസ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഇതാണ് ഒരു പാരലോഗ്രാം. ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രിലേറ്റർ ഫാമിലിയിൽ പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഒരു പാരലോഗ്രാമിനെ പറ്റിയിട്ട്. ഈ പാരലോഗ്രാമിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാനൊക്കെ നിങ്ങൾക്കറിയില്ലേ? അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ ഒരു ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് ആദ്യം നമ്മൾ പാരലോഗ്രാം വരയ്ക്കുക. പാരലോഗ്രാം വരച്ചതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡയഗണൽ വരയ്ക്കുക. അതായത് ഇങ്ങനെ 2 ഡയഗണൽസ് വരയ്ക്കുക. അപ്പോൾ ഈ ഡയഗണൽസ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടൂലേ? ഈ ഒരു ട്രയാങ്കിൾ നോക്ക് നിങ്ങൾ. ഈ ഒരു ട്രയാങ്കിളിന് എത്ര വാല്യൂ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്ന് കൊടുത്ത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന് ഞാൻ എന്ത് ചെയ്തു? വൈ എന്ന് കൊടുത്തു. അതുപോലെ ഈ ഒരു ഭാഗം എന്താണ്? എം, മിഡ് പോയിന്റ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 4 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾ എഴുതിക്കൂടെ? അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ 3 ട്രയാങ്കിളിൻ്റെ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? പ്ലസ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എം ഈക്വൽ ടു എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാമിൻ്റെ ആംഗിളിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പം എന്താണ് ഇത് നോക്ക്. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ല. അതായത് ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കില്ലേ? അതായത് നമുക്ക് ടോട്ടൽ 360 ഡിഗ്രി. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആയിട്ടാണ് വരിക. അപ്പം എന്താണ് അപ്പോൾ ഈ നമുക്ക് കിട്ടിയില്ലേ ഓരോ ഇതോ? അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള ഓരോ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 180 മൈനസ് എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടൂലേ നമുക്ക്? അങ്ങനെ ഓരോ സൈഡും നമുക്ക് എന്ത് കിട്ടൂലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? അതായത് ആദ്യം നമ്മൾ ഡയഗണൽ വരയ്ക്കുക, ആംഗിൾസ് ഒക്കെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ഡയഗണൽ ബി ഡി ഡിവൈഡ്സ് ദ പാരലോഗ്രാം ഇൻടു 2 ഐസോലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? 2 ഐസോലസ് ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഐസോലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡി ബി ബൈസെക്ട്. ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ബൈസെക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ ഡിയും ആംഗിൾ ബിയും ആണ്. അപ്പോൾ സിമിലർലി എ സി ബൈസെക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ സി ആണ്. അപ്പോൾ എന്താണ്? ടോട്ടൽ 4x-ഉം 4y ഉള്ളത്. അപ്പോൾ 4x + 4y എന്താണ്? 360 ഡിഗ്രി. അതായത് ഈ പാരലോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്താ വരുന്നത്? 360 ഡിഗ്രി അല്ല. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ? ഈച്ച് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. സോ ഈച്ച് ഡയഗണൽ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എല്ലാ ഈ ഒരു ഡയഗണൽ മറ്റേ ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ എന്താണ്? ട്രയാങ്കിൾ എ എം ഡി. എ എം ഡി എന്ന് പറയുന്നത് എന്താണ്? എ എം ഡിയിൽ ആംഗിൾ എം എങ്ങനെയാണ് കാണുക? അതായത് 180 ഇത് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 90. അപ്പം 90 ഡിഗ്രി കിട്ടുമല്ലോ. അതുപോലെ എന്താണ്? ബി ഡി എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു എ സി. എ സി എന്ന ഡയഗണലിന് പെർപെൻഡിക്കുലർ ആണെന്ത്? ബി ഡി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്? ഇൻ ദ ഫിഗർ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി ഈസ് എ ഡയമീറ്റർ, സി ഈസ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ. നമുക്കിവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മളോട് ആംഗിൾ സി എ ബി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സി ഒ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്, സി എ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ചെയ്യുക? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ആംഗിൾ കാണുക. അതായത് ഇതെന്താണ്? ലീനിയർ പെയർ അല്ലേ? അപ്പോൾ ഇതെന്താണ്?
130 ഡിഗ്രി അല്ലേ കിട്ടുക. അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഐസോലസ് ട്രയാങ്കിൾ ആണ്. ഐസോലസ് ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇത് 130 ആണെങ്കിൽ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും? 25 25 അല്ലേ വരിക. അതായത് നമുക്ക് 180 130 മൈനസ് ചെയ്താൽ എത്ര വരെ? 50 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? 25 ഡിഗ്രി കിട്ടും. അതുപോലെ ഈ ഒരു സൈഡ്, അതായത് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ COBയുടെ മെഷർമെൻറ്റ്, അതായത് ഈ 50ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ കൊടുത്തിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പാർട്ട്, ഈ O എന്നുള്ള പാർട്ട് 70 ഡിഗ്രി എടുത്തു. അപ്പോൾ 70 ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ എന്താ വരിക? നമ്മൾ 180 70 ഡിഗ്രി മൈനസ് ചെയ്യാം, 110 വരും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? 30 ഡിഗ്രി ആണെന്ന് വെച്ചോ. 30 ഡിഗ്രിയാണ് എടുത്തതെങ്കിൽ എന്താണ്? ഇവിടെ 150 ഡിഗ്രി വരും. ഇപ്പോൾ 150 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 15 വരും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി ആവുന്ന സമയത്ത് ഇവിടെ 50 ആവും. ഇവിടെ എന്താണ്? 25 അല്ല, 15 ആവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുന്ന ആംഗിളിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ ആൻസറിൽ ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ 70 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ വേറെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് തരിക. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മളെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാൻ പോകുക. അപ്പോൾ ഇനി ഫ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അതിൽ ഒരു സംശയമില്ലല്ലോ ആർക്കും. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ചെയ്തൂടെ? ഈ ഒരു ഭാഗം, ഈ ഒരു എന്താ പറയുക, ഞാൻ ഓൾറെഡി റിട്ടേൺ ചെയ്ത ഈ ഒരു പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? എല്ലാവരും ഈ ആൻസർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. മനസ്സിലാകുന്നുണ്ടോ? ആസ് യൂഷ്വൽ കുറച്ച് പേർക്ക് മനസ്സിലാകുന്നുണ്ട്, കുറച്ച് പേർക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? അറിവില്ലായ്മ അത്ര വലിയ തെറ്റൊന്നുമില്ല. അത് നമുക്ക് എല്ലാവർക്കും എന്താണ്, ചില സമയത്ത് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അതിൻ്റെ അർത്ഥം നമുക്കൊന്നും അറിഞ്ഞുകൂടാന്നല്ല. നമുക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും. ചില ടൈമിൽ എന്താണ് നമ്മളോട് അങ്ങ് മറന്നുപോകും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങൾ വലിയ പ്രശ്നമാക്കിയൊന്നും എടുക്കണ്ട. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ അത് വെച്ചതിൻ്റെ കാരണം തന്നെ നിങ്ങളോട് ആ ഒരു കാര്യം പറയാനാണ്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് അത് വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ചിലർക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ പറയുക, ഒരാൾക്ക് കഴിവുണ്ട്, ഒരാൾക്ക് കഴിവില്ല, അങ്ങനെയല്ല. ചിലർക്ക് മാത്സിലായിരിക്കും കൂടുതൽ കഴിവുണ്ടാവുക, ചിലർക്ക് എന്താണ് സയൻസിലായിരിക്കും. അത് ഓരോരുത്തരുടെ കാലിബറിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ മോശക്കാരൊന്നുമല്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചില സമയത്ത് നമ്മളോട് മറന്നു, നമ്മളത് പിന്നീട് പഠിക്കും, പിന്നെയും പഠിക്കുമ്പോൾ അത് നമ്മളത് ഓർമ്മിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇത്രയും നേരം ക്ലാസ് ആയിട്ടിട്ട് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വെക്കുമ്പോൾ ഒന്നുമില്ല. അപ്പം നമുക്ക് വേഗം ചെയ്യാം. നമ്മളോട് ഇവിടെ എന്താണ് ആംഗിൾ ACB ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എന്താണ് 50 ഡിഗ്രി. നമുക്കറിയാം ഇതെന്താണ് ലീനിയർ പെയർ അല്ലേ? അപ്പോൾ എന്താ ലീനിയർ പെയർ ആകുമ്പോൾ ഈ ഒരു സൈഡ് എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കില്ല. അതായത് 180 50 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 130 ഡിഗ്രി കിട്ടും. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ ഐസോലസ് ട്രയാങ്കിളിൻ്റെ ഒരു ഇതുപോലെ തോന്നില്ലേ?
അപ്പോൾ ഐസോലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്താ വരിക? ഇത് 130 വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കില്ല. 25 ഡിഗ്രി അല്ല നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു സൈഡ് കണ്ടുപിടിക്കണം. ഈ ഒരു സൈഡിൽ എന്താ? വേഗം കണ്ടെത്തിക്കൂടെ? അതായത് ഇതും എന്താണ്? ഒരു ഐസോലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് പ്ലസ് ചെയ്താൽ എന്താ? 180 ഡിഗ്രി കിട്ടണം. ആ 180 ഡിഗ്രി കിട്ടണമെങ്കിൽ എന്താണ്? ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ 50 ആണ്. അപ്പോൾ പ്ലസ് ചെയ്താൽ 130 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 65 65 അല്ലേ? അപ്പോൾ ഇതെന്താണ്? 65 65. അപ്പം 130 ഇതും എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ 180 ഡിഗ്രി കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആംഗിൾ ACB സി കണ്ടുപിടിക്കാനാണല്ലോ. അപ്പോൾ ഇത് 65ഉം ഇതെന്താണ്? 25. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി. നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇത്ര സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മാത്സിന് എന്താ പറയുക, സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടൂ. അപ്പോൾ ഇത് സ്റ്റെപ്പാക്കി എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്ത് ചെയ്യുക? സ്റ്റെപ്പായിട്ട് എഴുതുക. എന്താണെന്ന് വെച്ചാൽ മാത്സിന് മാർക്ക് കിട്ടണമെങ്കിൽ എന്താ? സ്റ്റെപ്സ് ആവശ്യമാണ്. സ്റ്റെപ്സ് ഇല്ലെങ്കിൽ നമ്മളെ മാർക്കൊക്കെ ചിലപ്പം പോകും. നമ്മൾ കോപ്പി അടിച്ച് എഴുതിയെന്നൊക്കെ വരും. അപ്പോൾ നമ്മളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ആംഗിൾ COB ആൻഡ് കാൽക്കുലേറ്റ് ആംഗിൾ ACB. ഈ ഒരു ഫിഗറിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളോട് ആംഗിൾ ACB കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫിഗറിനെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സിമ്പിളാണ് കാര്യം. നിങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഡിഫറെൻറ്റ് ഐസോലസ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് വൺ സൈഡ് 7 സെൻറ്റിമീറ്റർ. അതായത് നമ്മളോട് എത്ര ഡിഫറെൻറ്റ് ഐസോലസ് ട്രയാങ്കിൾ വരക്കാൻ പറ്റും? ആംഗിൾ 50 ഡിഗ്രിയും സൈഡ് 7 സെൻറ്റിമീറ്ററും. അപ്പം ഇതെങ്ങനെയാണ് വരയ്ക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് 4 രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പം 4 രീതിയിൽ മാത്രമാണ് വരയ്ക്കാൻ പറ്റും. അതെ, 4 രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങളതൊന്ന് വരച്ചു നോക്കിയ 4 രീതിയിൽ എങ്ങനെയൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് എന്താണ്, ഒരു സൈഡും തന്നിട്ടുണ്ട്, ഒരു ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്താൽ 180 കിട്ടുന്ന രീതിയിൽ നമുക്ക് ആംഗിൾസിന് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്ലസ് ചെയ്താൽ 180 കിട്ടുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ഓൾറെഡി നമ്മളോട് 50 തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ 2 ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? 50യും 80യും. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാ? 65ഉം 65ഉം പ്ലസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് 65ഉം 65ഉം. അതിൻ്റെ കൂടെ നമ്മൾ 15 കൂടി പ്ലസ് ചെയ്താൽ 180. അപ്പോൾ 130 ഡിഗ്രി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വരച്ചു, 4 രീതിയിലാണ് കിട്ടുക. 4 അല്ലാണ്ട് ആർക്കെങ്കിലും 5 രീതിയിലാറ്റം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. 4 രീതിയിലല്ലേ കിട്ടുക? 4 രീതിയിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങളത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിവിടെ വരച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാം. ക്വസ്റ്റ്യൻ നമ്പർ 14 നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ 14 എന്തായാലും ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ബേസ് ഒന്നും കൂടി സ്ട്രോങ് ആവും, നമ്മളൊന്നും കൂടി സ്മാർട്ടാവും, നമുക്ക് A+ നേടാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും A+ വാങ്ങാൻ പറ്റും. മാത്സ് ഒരിക്കലും ഒരു ടഫ് സബ്ജക്റ്റ് അല്ല. നിങ്ങളെന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇട്ടുതരുന്നതായിരിക്കും. അപ്പം അടുത്ത ക്ലാസ് കാണാം നമുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.